ആ, നെക്സ്റ്റ് വീക്കിലൊന്ന് മുംബൈയിലേക്ക് വരുന്നുണ്ട്. ഇല്ല, 1-2 ദിവസം മാത്രം. ഇവിടെ സിസ്റ്ററിന്റെ കൂടെ ഇപ്പോ 1-2 ദിവസത്തെ പണിയുണ്ട്. ഞാൻ വിളിക്കാം, നീ പിള്ളേരെ കൂട്ടി വരേണ്ടി വരും. ശരി. എന്താ ജയന്ത, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? സത്യം പറഞ്ഞ സാറേ, ഞാൻ ഞെട്ടി പറിച്ചിട്ടാ നിൽക്കുന്നേ. കാര്യം പറ. തനുജയുടെ യഥാർത്ഥ അച്ഛൻ ആരെന്നറിയോ? ആരാത്? ഞാൻ പറയാം, സാറ് സമാധാനത്തോടെ വേണം കേൾക്കാൻ. താൻ കാര്യം പറ. കേസിന്റെ വിവരങ്ങൾ കൊടുക്കാൻ പ്രഭാവതി മേഡം വന്നിരുന്നു. എന്നിട്ട് സാറ് ചോദിച്ച് തനുജയുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചു. അവിടെ പ്രഭാവതി മേഡത്തിന്റെ നാവിൽ നിന്നും വക്കീൽ ഇട്ടെടുത്തു, ബലരാമൻ സാറാ അച്ഛനെന്ന്. സാറേ, പ്രഭാവതി മേഡം ആദ്യം ബലരാമൻ സാറിന്റെ പേര് പറഞ്ഞില്ല. വല്ലാതെ നിർബന്ധിച്ച് അവസാനം വക്കീല് പറഞ്ഞു പറയിപ്പിച്ചതാ. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തം, പ്രഭാവതി മേഡം കള്ളം പറഞ്ഞതല്ല. സിദ്ധാർത്ഥനെ രക്ഷിക്കാനുള്ള പ്രഭാവതിയുടെ അടവായിക്കൂടെ ഇത്? അങ്ങനെയാണെങ്കിൽ പ്രഭാവതി മേഡം ബലരാമൻ സാറിന്റെ പേര് ആദ്യം പറയണ്ടേ? കാര്യം എന്തായാലും ഇതിലെവിടെയോ എന്തൊക്കെയോ സത്യങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. സാറേ, തനൂജ പ്രശ്നമാവും, ഉറപ്പാ. അവർ പറഞ്ഞതിൽ സത്യമുണ്ടെങ്കിൽ പണി വരാൻ പോകുന്നത് സാറിനും സാറിന്റെ ചേച്ചിക്കും. ഒരു കരുതൽ വേണം സാറേ. ഞാൻ മുന്നറിയിപ്പ് തരാൻ വന്നതാ. ഞാൻ പോവുകയാണ്. സാർ ആലോചിച്ച് വേണ്ടത് ചെയ്യണം. ഇയാള് പറഞ്ഞ സത്യമാണോ? പ്രഭാവതിയും വക്കീലും കൂടി കേസിന്റെ ബലത്തിന് വേണ്ടിയുള്ള നീക്കമാണോ? പറഞ്ഞത് കാര്യമായിട്ടാണെങ്കിൽ തനൂജ ഒരു വാളാണ്, എന്റെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന വാൾ. എന്തായിട്ട് അഡ്വക്കേറ്റിനെ കാണാൻ പോയിട്ട്? പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? ചന്ദ്രോത്തിന്റെ ജപ്തിയിൽ പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും? എന്താടാ, നീ എന്താ ആലോചിക്കുന്നെ? അവളെവിടെ? ആര്? തനുജയോ? അവള് മുറിയിലുണ്ട്. ബാലുവേട്ടന്റെ മകളാണ് തനുജ എന്ന് അറിഞ്ഞ കാര്യം ചേച്ചിയോട് പറയണം. വേണ്ട, എന്തായാലും പറയണ്ട. പക്ഷേ അവളെ ഇവിടെ നിന്ന് അകറ്റണം.